പത്രങ്ങളോട് പറയുന്ന ആ ബൈറ്റ് ഞാൻ കണ്ടു. അതായത് കൃഷ്ണകുമാറിൻ്റെ മകള് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങുന്നത്, അടുത്ത കള്ള. കാരണം എല്ലാ മാസവും എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട GST സംഭവങ്ങളെല്ലാം പോകേണ്ടതാണ്. അപ്പം ടാക്സ് വെട്ടിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ള ഒന്ന്. രണ്ടാമത് ഏറ്റവും തമാശ, പണം തിരികെ വരണം, അവരുടെ ഇത്രയേ ഉള്ളൂ പണം എന്ന് പറയുമ്പോൾ ഏകദേശം 8 ലക്ഷം രൂപ ഇവിടുന്നാണ് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ ഫാമിലിയിൽ നിന്ന് അവർ ഗോൾഡ് എല്ലാം പണയം വെച്ചിട്ടാണ് 8 ലക്ഷം രൂപ. അത് ഈ ഗോൾഡ് എവിടുന്നാണ് മേടിച്ച്, അതും കള്ളത്തരം. മനസ്സിലാക്കുക, ഒരു ചെറിയ ഒരു ഇടത്തരം ബിസിനസ്സുകാരന് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോ ആരും ആകട്ടെ, അവർക്ക് ഗൈനിക് കേസുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, അവർക്ക് ഈ കടയിൽ വരാൻ പറ്റുന്നില്ല. ആ സമയത്ത് 3ഓളം അവിടുത്തെ സ്റ്റാഫ് പെൺകുട്ടികൾ ഇത് പണം അടിച്ച് മാറ്റുന്നു. എന്നിട്ട് അവരുണ്ടാക്കി വെക്കുന്ന ഫ്രോഡ് ടെയിൽ സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകും. ഒരു സാധാരണക്കാരന്, ഞാൻ പറഞ്ഞത് മിഡിൽ ക്ലാസ്സിന് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇതിനകത്ത് കൃഷ്ണകുമാർ BJPയുടെ നേതാവാണ്, BJPക്ക് വേണ്ടി മത്സരിച്ചു. അതിൻ്റെ പേരിൽ അയാളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഓഡിയോ ടോക്കുണ്ട്, ഈ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നത്. അപ്പം അതിനകത്ത് കൃഷ്ണകുമാരൻ, നിങ്ങൾ ആ പണം തിരികെ കൊടുത്താ